നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വ്യാഴം 7th ഹൗസിൽ വരുന്നത്, അല്ലെങ്കിൽ 7th ഹൗസുമായിട്ട് ജൂപ്പിറ്റർ കണക്റ്റ് ആവുമ്പം ഉണ്ടാവാവുന്ന കാർമിക് ബന്ധങ്ങൾ, കാർമിക് കണക്ഷൻസ് ഇൻ റിലേഷൻഷിപ്പാണ് ആദ്യം. അതിനുശേഷം നമുക്ക് 7ാം ഭാവത്തിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാം. ഏഴാം ഭാവത്തിൽ വ്യാഴം സൂചിപ്പിക്കുന്നത് ശക്തമായ ഒരു പുനർജന്മ ബന്ധമാണ് എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് 7th ഹൗസ് പ്ലാനറ്റ് ഏത് തന്നെയായാലും, 7ാം ഭാവത്തിൻ്റെ ഏത് ഗ്രഹമാണെങ്കിലും അത് വക്രമാണെങ്കിൽ, അല്ലെങ്കിൽ രാഹുകേതുക്കളുടെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് പാസ്റ്റ് ലൈഫിൻ്റെ, പൂർവജന്മത്തിൻ്റെ ഒരു ബന്ധം അവിടെ വരും എന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമത്തേത്, ഇതിൻ്റെ പോസിറ്റീവായിട്ട് നോക്കാം, കാർമിക് ബന്ധങ്ങൾ എങ്ങനെ വരാം എന്നുള്ളത് നോക്കാം. അതിലൊന്നാമത്തത് പങ്കാളി ഗുരുവായി മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും ബലവാനായിട്ടുള്ള ഒരു വ്യാഴത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇതിൻ്റെ ബലം കുറഞ്ഞൊരു വ്യാഴത്തിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡും കൂടെ നോക്കണം. ബലം കുറയുന്നതിനനുസരിച്ച് ഗ്രോസ് ലെവലിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സും കൂടി നിങ്ങൾ കണ്ടെത്തിക്കണം, അല്ലെങ്കിൽ അനുഭവങ്ങൾ വെച്ച് മനസ്സിലാക്കിക്കണം. ഒരു റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്യണം. അതായത് ഒരാളുടെ 7ൽ വ്യാഴം നിൽക്കുമ്പോൾ അയാളുടെ ജീവിതാനുഭവം വെച്ചിട്ട് തിരിച്ച് റിവേഴ്സ് ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിലാവും അയാളുടെ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പം ഒന്നാമത്തേത് പങ്കാളി ഗുരുവായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പങ്കാളി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ വഴികാട്ടിയോ ഗുരുവോ, അല്ലെങ്കിൽ നിങ്ങളുമായി ആത്മീയ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയോ ആയിരിക്കാം. ആ വ്യക്തിയെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതിൻ്റെ ഫലമാണ്. അല്ലെങ്കിൽ അതുപോലൊരാളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലൊരു സ്ത്രീയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ല അതുപോലൊരു പുരുഷനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചതിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നിങ്ങളെ നേർവഴിക്ക് നയിക്കാനായി, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ പൂർത്തീകരണത്തിനായി നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങളുടെ പങ്കാളിയായി വരുന്നത് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത് ഋണാനുബന്ധം എന്ന് പറയും യോഗശാസ്ത്രത്തിലും അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലൊക്കെ. ഡെപ്റ്റ് ഓഫ് ദ പാസ്റ്റ്, പൂർവജന്മത്തിലെ ഡെപ്റ്റുകൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും അറിവോ സ്നേഹമോ നൽകാൻ ബാക്കിയുണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ അറിവോ സ്നേഹമോ ഉള്ള ഒരാൾ ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ, ആത്മാർത്ഥമായിട്ട് വളരെ കൊണ്ടു നടക്കുന്ന പ്രണയം എന്നൊക്കെ പറയില്ലേ, അതിശക്തമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിൽ രജിസ്റ്റേർഡ് ആകുകയും അത് അടുത്ത കർമ്മത്തിനുള്ള, അതായത് പുനർജന്മത്തിലുള്ള കാരണമായി തീരുകയും ചെയ്യാം. അപ്പോൾ അത് തീർക്കാനായിരിക്കും ഈ ജന്മത്തിൽ അവർ നിങ്ങളുടെ പങ്കാളിയായിട്ട് വരുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാർമിക് കണക്ഷൻസ് ഇൻ റിലേഷൻഷിപ്പ്, 7th ഹൗസ് ജൂപ്പിറ്ററിൻ്റെ കാർമിക് കണക്ഷൻസ് ഇൻ റിലേഷൻഷിപ്പ്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബന്ധം വെറുമൊരു ലൗകിക സുഖത്തിനുള്ള ബന്ധമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും ആത്മീയമായി ഉയർത്താനും വേണ്ടിയുള്ളതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരാത്മീയ വളർച്ചയ്ക്കുള്ള ഒരു കാരണമായി വരികയും ചെയ്യും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ്. അത് ഒരുപാട് പേരുടെ ഹൊറോസ്കോപ്പ് നോക്കുന്ന സമയത്ത് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യവുമാണ്. ഹസ്ബൻഡിനെ കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ വൈഫിനെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു റെസ്പെക്റ്റ് അവരോട് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അതൊരു കാര്യമാണ്. പക്ഷേ നീചനോ പാപബന്ധമോ ഉണ്ടെങ്കിൽ ഈ റെസ്പെക്റ്റ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. 7ൽ വ്യാഴം നിൽക്കുന്നവരെല്ലാം അങ്ങ് ജീവിതശുദ്ധിയുള്ളവരും ഉത്തമ പുരുഷന്മാരോ അല്ല ഉത്തമ സ്ത്രീകളാണെന്നല്ല എൻ്റെ അർത്ഥം. അതിൻ്റെ വ്യത്യാസമുണ്ട്.
അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവിൾ എഫക്റ്റുകൾ, അതായത് ദുഷ്കർമ്മങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ജൂപ്പിറ്ററിനോടൊപ്പം ദുഷ്കർമ്മങ്ങൾ വരുമ്പോഴത്തേക്ക് ജൂപ്പിറ്ററിൻ്റെ ബലം കുറയും, ദൈവാധീനം കുറയും. സർവേശ്വരകാരകനായിട്ടിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ബലം കുറയുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യും. ഇപ്പം നമുക്ക് സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റിമസി, 7th ഹൗസ് ജൂപ്പിറ്റർ അല്ലെങ്കിൽ ലഗ്നത്തിൽ നിൽക്കുന്ന ജൂപ്പിറ്റർ 7th നോക്കും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലമുള്ള ഗ്രഹമായിരിക്കുന്ന ജൂപ്പിറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് ഒരാൾക്ക് വന്നാൽ എങ്ങനെയായിരിക്കും അവരുടെ സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റിമസി എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. വ്യാഴം എന്നത് എക്സ്പാൻഷൻ്റെ പ്ലാനറ്റാണ്, വികസിക്കുന്നതിൻ്റെ പ്ലാനറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിന്ദുവിൽ നിന്ന് വികസിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതെന്ന് പണ്ട് തന്ത്രശാസ്ത്രത്തിലും ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. ആധുനിക ആസ്ട്രോണമേഴ്സ് അല്ലെങ്കിൽ ആസ്ട്രോ സയൻറ്റിസ്റ്റുകൾ പറയുന്നു, അല്ലെങ്കിൽ ആധുനിക മോഡേൺ ഫിസിക്സിൻ്റെ വക്താക്കളെന്ന് പറയുന്ന ആൾക്കാരും പറയുന്നു, അത് വാദിക്കുന്നു. അപ്പം ഒരു വികാസം എന്ന് പറയുന്നത്, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത ഇതാണ്, എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. അതുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിൻ്റെ കാരകത്വം എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാരകനാണ്, എത്രയും എക്സ്പാൻഡ് ചെയ്യാം ഒരാൾക്ക്. വിദ്യയുടെ കാരകനാണ്, എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ഭാഗ്യത്തിൻ്റെ കാരകനാണ്, എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. പ്രകൃതി അനുഗ്രഹിച്ച് തരുന്ന കാര്യമാണ്, അത് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ജ്ഞാനം വ്യാഴത്തിൻ്റെ കാരകനാണ്, അത് എത്ര എക്സ്പാൻഡ് ചെയ്താലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ആ ഒരു എക്സ്പാൻഷൻ്റെ ഇതാണ്. ഇതുപോലെയാണ് തലതിരിഞ്ഞാലും, വ്യാഴം തിരിഞ്ഞാൽ തലതിരിഞ്ഞ സ്വഭാവങ്ങൾ എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ആൽക്കഹോളിൽ അഡിക്റ്റ് ആവുകയാണെങ്കിൽ അത് എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു എക്സ്പാൻഷൻ ക്വാളിറ്റി, വികാസത്തിൻ്റെ പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ വീനസ് അഥവാ ശുക്രനെ പോലെ ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം അല്ലെങ്കിൽ ബൃഹസ്പതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാമത്തിൻ്റെ ഗ്രഹമല്ല. അതായത് റൊമാൻറ്റിക് പ്ലാനറ്റല്ല. റൊമാൻസ് ഉണ്ട്, പക്ഷേ ഫാൻറ്റസി റൊമാൻറ്റിക് പ്ലാനറ്റ് അല്ല. അതായത് കലയും കലാവാസനകളും ആർട്ടിസ്റ്റിക് സ്റ്റൈലായിരിക്കത്തില്ല ഇവരുടെ ഒരു സെക്ഷൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. പൈങ്കിളി പ്രണയത്തിനപ്പുറമായിട്ടൊരു മെച്യൂരിറ്റിയുടെ ഒരു സ്റ്റൈലുണ്ടാകും. അതുകൊണ്ട് അതിൻ്റെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ക്ലാസി ആൻഡ് ഡിഗ്നിഫൈഡ് ആണ്. വളരെ ക്ലാസി ആയിരിക്കും, അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ് ആയിരിക്കും. മാന്യമായിട്ടുള്ളൊരു സമീപനം ഇവർക്കുണ്ടാകും. വ്യാഴത്തിന് ബലമുള്ളവർ ആരെയും അറിഞ്ഞുകൊണ്ട് വേറൊരാളെ വേദനിപ്പിക്കില്ല. കാരണം മറ്റുള്ളവർക്ക് വേദനിച്ചാൽ ഉണ്ടാവുന്ന വിഷമത്തെക്കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുണ്ടാകും. അതുകൊണ്ട് ഉപദ്രവിക്കില്ല. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയും ലൈംഗിക താല്പര്യങ്ങൾക്കും വേണ്ടിയും ഒരാളെ ചൂഷണം ചെയ്യാൻ, ബോധപൂർവം എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, യൂസ് ആൻഡ് ത്രോ ചെയ്യാൻ ഇവരൊരിക്കലും, എത്ര സാഹചര്യം ആണെന്ന് പറഞ്ഞാലും ശരി, അവർ ചെയ്യില്ല. ലൈംഗികത ഇവർ വളരെ പവിത്രമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അവരുടെ ശരീരത്തെയും അതുപോലെ തന്നെ മാന്യമായി കാണുന്നു എന്നുള്ളതാണ്. പാർട്ട്ണറിനെയും ആ ഒരു മാന്യത ഇവർ പ്രതീക്ഷിക്കുന്നുകൊണ്ട് ഇവർക്ക് ആ മാന്യത കിട്ടുകയും ചെയ്യണം. തിരിച്ചും ആ മാന്യതയും അത്രയും സ്നേഹവും സപ്പോർട്ടും ആ എക്സ്പാൻഷൻ, അവരുടെ വളർച്ചയ്ക്കുമൊക്കെ സപ്പോർട്ടീവായിരിക്കും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പ് ഫെയിലിയർ ആവുന്ന സമയത്ത്, ഞാൻ എൻ്റെ പഴയ ക്ലാസ്സുകളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ വീഴുന്ന ആൾക്കാർ നല്ല പണി കിട്ടിയായിരിക്കും വീഴുന്നത്. ഉയർത്തെഴുന്നേൽക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. പലപ്പോഴും അവർ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും സ്നേഹിക്കുന്നത്. ഈ അപ്പുറത്ത് നിൽക്കുന്നവർ വളരുകയും ചെയ്യും. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഇവർ തോന്നി ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷേ ഇവരുടെ കൂടെ നിൽക്കുന്ന സമയത്തുള്ളൊരു വികാസം അവർക്ക് വരും, ഒരു എക്സ്പാൻഷൻ ഉണ്ടാകും. ആ എക്സ്പാൻഷൻ ഉണ്ടായി അവർ വളർന്നു കഴിയുമ്പം ഇവരെ ചവിട്ടുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ അടുത്ത് ആ ഒരു എപ്പോഴും ആ ഒരു മൃഗീയമായ ആസക്തികൾ വ്യാഴത്തിനധികം പറ്റില്ല. അപ്പം മറ്റുള്ളവരുടെ ഉള്ളിൽ ആ ഒരു മൃഗീയമായിട്ടുള്ള വൈൽഡ് പാഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യാഴത്തിന് ബലമുള്ള ഒരാളെ, വളരെ സപ്പോർട്ടീവായിട്ടുള്ള, വളരെ ജെന്യൂനായിട്ടുള്ള ഒരാളെ അവരുടെ വീഴ്ചകളിൽ മാത്രം കൂടെ നിർത്താനായിരിക്കും അവർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ മാന്യതയുടെ ഒരു ലോകത്ത് കൂടെ നിർത്താനായിരിക്കും ഇഷ്ടം. പക്ഷേ വൈൽഡ് പാഷനുള്ള, വൈൽഡ് ഫാൻറ്റസികളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാലം അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കർമ്മദോഷം അവർക്കുണ്ടാകും. അപ്പം സ്വാഭാവികമായിട്ടും ഇവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് പല
എക്സ്ട്രാ മാരിറ്റൽ ഇതും ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സ്ട്രാ ബന്ധങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര പവിത്രതയുടെയും സത്യത്തിൻ്റെയും വൈകാരികമായ അടുപ്പത്തിൻ്റെയും ഒക്കെ കാരകനായതുകൊണ്ട് തന്നെ, ഇമോഷണൽ ആയിട്ടുള്ള കാരകനായതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധങ്ങൾക്ക് ആ ഒരു ക്ലാസി സ്റ്റൈലും ഒരു ഡിഗ്നിഫൈഡും ആയിരിക്കും എന്നുള്ള അതങ്ങ് പോയി കിട്ടും. വന്നൊരു വീഴ്ചയിലായിരിക്കും വീഴുന്നത്. അതോടുകൂടി ആ ബന്ധം അവിടെ തീരും. പക്ഷേ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് വേദനകളുടെ കൊടുമുടിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഒരു കാര്യം ആലോചിച്ചോളൂ. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അത് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ഒരിക്കലും ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിൽ, തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ചൂഷണം ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വളർച്ചയ്ക്കുള്ളൊരു തുടക്കം ഇവിടെ നിന്നാണ്. ഈ വീഴ്ചയിൽ നിന്നുമുള്ള നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളുടെ ലോകം, നിങ്ങളുടെ നിയോഗം എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട. അങ്ങനെയുള്ളവർ ഈശ്വരനെ നന്നായിട്ട് ആശ്രയിച്ചു. പലപ്പോഴും അങ്ങനെ അടി കൊള്ളുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ഇതിൽ ആത്മാർത്ഥതയ്ക്കിട്ട് കിട്ടുന്ന അടിയാണ് പലപ്പോഴും ഈശ്വരനിലേക്ക് എത്തിക്കുന്നത്. തോറ്റുകൂടുന്നവർക്ക് ഒളിച്ചു കയറാനുള്ള സങ്കേതമല്ല ഈശ്വരീയത എങ്കിലും, ആത്മാർത്ഥതയ്ക്കിട്ട് കിട്ടുമ്പോൾ, നിസ്സഹായത വരുമ്പം, ഒരു കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്ന പോലെ, ഒരു ചെറിയ കുട്ടി സ്വന്തം അമ്മയെ ആശ്രയിക്കുന്ന പോലെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആശ്രയിക്കാം ഈശ്വരനെ. ആ ആശ്രയം പ്രകൃതിയിലേക്ക് വീഴുകയും നിങ്ങളുടെ ജന്മനിയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളർച്ചയിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. ഇത് ഒരുപാട് പേരുടെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീണവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, 2 വർഷത്തേക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയറിലോ അങ്ങനെ ഒരു വീഴ്ചയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഒരു 2 years നിങ്ങൾ ബ്രേക്ക് എടുക്കണം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൻ്റെ വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയൊരു സോളിനെ കണ്ടുപിടിക്കുകയല്ല വേണ്ടേ. കാരണം നിങ്ങളുടെ റേഞ്ച്, നിങ്ങൾ ഈ വേദനയൊക്കെ അനുഭവിച്ച് കർമ്മം അനുഭവിച്ച് നിങ്ങളുടെ ആ ഒരു ചൈതന്യം ക്ഷയിച്ചിരിക്കുന്ന സമയമാണ്, എക്സോസ്റ്റഡ് ആയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആ തരം റേഞ്ചുള്ള ആൾക്കാരായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. ഭയങ്കര സ്നേഹപ്രകടനങ്ങളും ഭയങ്കര ഫാൻറ്റസികളും ഭയങ്കര അടുപ്പമൊക്കെ നിങ്ങളോട് കാണിക്കും. പക്ഷെ വെറുതെയാണ്, അതിനധികം ആയുസ്സുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് ആയുസ്സുണ്ടാവില്ല. അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് പോകും. അതിലും നല്ലത് ഒരു 1 or 2 year, 1 വർഷം അല്ലെ 2 വർഷം നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. എക്സസൈസ്, പ്രോപ്പർ ഫുഡ്, നന്നായിട്ട് മെഡിറ്റേഷൻ. 24 മുതൽ 1 മണിക്കൂർ വരെ, 24 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്ത്രസാധനയോ മന്ത്രജപങ്ങളോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ എന്തെങ്കിലും ചെയ്യുക. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും ഈശ്വരോപാസനയായിരിക്കും പറയുന്നത്. കാരണം ഞാനൊരു താന്ത്രികനാണ്. അപ്പം തന്ത്രശാസ്ത്രത്തിലെ ഉപാസനാദി പന്ഥാവിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതിനകത്തുള്ള യോഗ സമ്പ്രദായങ്ങളിലൂടെയും ചക്ര സമ്പ്രദായങ്ങളിലൂടെയും അങ്ങനെയുള്ള മെഡിറ്റേഷനിലൊക്കെയാണ് ഞാൻ കൂടുതലും പറയുന്നതും. അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമ്പ്രദായമാണെങ്കിലും സ്വീകരിക്കുക. അതിൽ ആത്മാർത്ഥത ഉണ്ടാകുക, അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ആത്മാർത്ഥത ഇൻവെസ്റ്റ് ചെയ്യുക, ലൈഫ് സിസ്റ്റമാറ്റിക് ആക്കുക. അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളൊരു 1 അല്ലെ 2 year കൊണ്ട്, ഒരു 1 or 2 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവനും മാറും. വലിയ വളർച്ചകളിലേക്ക് എത്തും. നിങ്ങളുടെ നിയോഗം എന്താണ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എനർജി റേഞ്ച് മാറും, നിങ്ങളുടെ ഓറയുടെ പവർ മാറും, നല്ല നിലവാരത്തിലേക്ക് എത്തും. എല്ലാം കൊണ്ടും, അനുഭവം കൊണ്ടും അറിവ് കൊണ്ടും സാധന കൊണ്ടും ജീവിത രീതികൾ കൊണ്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ വളരെ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ അടുത്തേക്ക് വരുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് ജീവിതം വിജയിക്കേണ്ടത്. അല്ലാതെ ഓറ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാതെ ഷോർട്ട് കട്ടുകൾ ഫൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. ചില സമയങ്ങളിൽ അത് വിജയിച്ചേക്കാം, പക്ഷേ ആത്യന്തികമായൊരു വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഈ ജീവിതം വിജയിപ്പിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടിയിരിക്കണം. അതിനെയാണ് ഉപാസന, ഉപസമീപേ ആസനം എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. നമ്മളോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാവും, നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങണം. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ നമ്മളെ എങ്ങനെ ഇഷ്ടപ്പെടും? മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മളെങ്ങനെ നിർബന്ധം പിടിക്കണം? ആലോചിച്ച് നോക്കി. എനിക്ക് എന്നെ ഇഷ്ടമല്ല, അപ്പം ഞാൻ എങ്ങനെ പറയും എൻ്റെ പേരിന്
നീ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. അങ്ങനെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ കണ്ടു തുടങ്ങും. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. സ്വാർത്ഥപരമായിട്ടുള്ള ഇഷ്ടമല്ല, ജെനുവിനായിട്ടുള്ള ഇഷ്ടം. അത് മനസ്സിലാവും. 1-2 പണിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്താണ് ജെനുവിനിറ്റി എന്നൊക്കെ ഉള്ളത് ശരിക്കും മനസ്സിലാവും. നന്നായിട്ടൊന്ന് മുറിഞ്ഞാൽ ശരിക്കും വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പം യുക്തികളൊക്കെ ഉപയോഗിച്ച് സ്വന്തം സ്വാർത്ഥത മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പം ഒന്ന് കുഴി വീണാൽ ജീവൻ്റെ വില, സമാധാനത്തിൻ്റെ വില, ശാന്തിയുടെ വില, ആത്മാർത്ഥതയുടെ വിലയൊക്കെ നമുക്ക് സ്വയം മനസ്സിലാവുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണം. അത് കുറച്ച് കാലം കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും. മനുഷ്യന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും. അത് മറക്കാതെ ആ വേദനയും അതിൻ്റെ വിഷമങ്ങളും ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പരമപ്രേമമാവുന്ന ഭക്തി ഉണ്ടാവും. അത് നമ്മുടെ ആത്മാവിനോടാണ് പരമമായ പ്രേമം വരുന്നത്. ഇപ്പോൾ സെൽഫ് ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ഭാഷയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. ആ സമയത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങളനുസരിച്ച് നിങ്ങളുടെ ഈ ക്ലാസി ആൻഡ് ഡിഗ്നിഫൈഡ് സ്റ്റൈലിലുള്ള മാന്യമായ ഒരു സമീപന രീതിക്ക് അനുസരിച്ചുള്ള ആൾക്കാർ വരികയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും. ഈ ലോകത്തെ എല്ലാ ആൾക്കാരും ചതിക്കാൻ വേണ്ടിയും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുമുള്ളവരാണെന്നുള്ള തോന്നൽ മാറും. നല്ല ആൾക്കാരുമുണ്ട്. അപ്പം മറ്റവരൊക്കെ പോയത് നന്നായി എന്ന് തോന്നും. അവരോട് നന്ദി പറയാനും തോന്നും. കാരണം ആ വീഴ്ചയിൽ നിന്നുമാണ് പഠിച്ചത് ജീവിതം. ആ വീഴ്ചയിൽ നിന്നുമാണ് കരകയറിയത്. അവിടെ നിന്നും പിച്ച വെച്ച് മുട്ടയിലടിഞ്ഞ് കയറാൻ നോക്കിയതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന അവസ്ഥ എന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ച് ചിന്തിക്കുമ്പം അവർ വന്നത് നന്നായി. അവരുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ റേഞ്ചും ഇപ്പം നമ്മുടെ റേഞ്ച് എന്താണെന്നുള്ളതും സ്വയം വിലയിരുത്താൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സ് തളർന്നിരിക്കുന്നവർ, മനസ്സിൽ നന്മയുള്ളവർ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ തുടക്കം, നിങ്ങളുടെ വിജയത്തിൻ്റെ തുടക്കം അവിടെ നിന്നുമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റാണത് എന്നുള്ളത് പ്രകൃതി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു നല്ല ഗെയിം പോയിൻ്റാണ് എന്നുള്ളതും കൂടി ആലോചിച്ചുകൊള്ളുക. നിങ്ങളുടെ തിരിച്ചറിവിനുള്ള സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗം എന്താണെന്ന് തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ളതാണ്. ഫോക്കസ്ഡ് ആവും, ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് അടുത്തതായിട്ട് ജൂപ്പിറ്ററിൻ്റെ 7th ഹൗസിലെ സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റിമസി എന്ന് പറയുന്നതിനകത്ത് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നത് ട്രഡീഷണൽ സ്റ്റൈലുകളോടെ വലിയ ഇഷ്ടമായിരിക്കും. പരമ്പരാഗത ശൈലിയിലുള്ള പ്രണയം, ഗ്രഹാതുരത്വത്തോടൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. നൊസ്റ്റാൾജിയോടും ഗ്രഹാതുരത്വത്തോടുമൊക്കെ വലിയ താല്പര്യമായിരിക്കും. പരീക്ഷണങ്ങളെക്കാൾ സെക്ഷൽ എക്സ്പെരിമെൻറ്റിനെക്കാട്ടിലും കൂടുതൽ ബുധനൊക്കെ എക്സ്പെരിമെൻറ്റിൻ്റെ ആളാണ്. അപ്പം സെക്ഷൽ എക്സ്പെരിമെൻറ്റിൻ്റെ അതിനേക്കാൾ 2 മണിക്കൂറെടുത്തു, 3 മണിക്കൂറെടുത്തു, അല്ലെങ്കിൽ 4 മണിക്കൂറെടുത്തു നമ്മൾ ഒരുപാട് നേരം ഒരുമിച്ചിരുന്നു എന്നുള്ളതിനേക്കാളും അപ്പുറമായിട്ട് പരീക്ഷണങ്ങളെക്കാൾ സുരക്ഷിതവും പരമ്പരാഗതവുമായിട്ടുള്ള രീതികളോടും ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ബന്ധത്തോടുമായിരിക്കും ഇവർക്ക് എപ്പോഴും താല്പര്യം. അടുത്തത് ജോയ്ഫുൾ ഇൻറ്റിമസി എന്നാണ്. സ്പിരിച്വലായിട്ടുള്ള ഒരു ജോയ് ഉള്ള ഒരു ഇൻറ്റിമസി, ആനന്ദമാണെന്നുള്ളതാണ്. വ്യാഴം സന്തോഷം നൽകുന്നൊരു ഗ്രഹമാണ്. ഒരു ഇന്നർ ക്ലാസി വേർഷൻ നമ്മുടേത് നമുക്ക് തിരിച്ചറിയുന്ന ഒരു മെച്യൂരിറ്റി എന്നൊക്കെ നമ്മളിന്ന് പറയുന്ന ആ ഒരു വേർഷനെ തിരിച്ചറിയിക്കുന്ന ഒരു പ്ലാനറ്റാണ്. അതിനാൽ ഇവർക്ക് വളരെ ലോയലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരിക്കണം. അതുപോലെ വളരെ ലോയലായിരിക്കണം. അതുപോലെ തന്നെ വളരെ നിയന്ത്രണ വിധേയമായിരിക്കും എന്നുള്ളതാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം ഗുളിക കഴിക്കുന്ന പോലെ ഇങ്ങനെ ഉണ്ടേലേ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് ജീവിതം. നിങ്ങൾക്കൊരു ജീവിതം വേണ്ടതെന്നൊക്കെ അച്ഛനമ്മമാർ ചോദിക്കുന്ന കേട്ടില്ലേ, പഴയ ആൾക്കാർ ചോദിക്കുന്ന കേട്ടില്ലേ. നിങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നാൽ എങ്ങനെ നിങ്ങൾക്കൊരു ജീവിതം വേണ്ട? അവരുദ്ദേശിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സെക്ഷുവൽ ലൈഫാണ് ഇവർ പറയുന്നതെന്ന്. പക്ഷേ വ്യാഴത്തിന് ബലമുള്ള ഒരാൾക്ക് വളരെ അടുപ്പമുള്ളവരാണെങ്കിൽ, വളരെ മാനസിക അടുപ്പമുള്ളവരാണെങ്കിൽ അവർ അകന്ന് നിന്നാലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അടുത്തുള്ളവരെക്കാളിലും വളരെ
ചേർന്നായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അത്രയും ബലമുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ വൈബ്, ഒരു സ്പിരിച്വൽ ബോണ്ടിങ്, അതിനുവേണ്ടി പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ ബോണ്ടിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ഒരാവശ്യം ഇവർക്ക് വരില്ല. നാച്ചുറലി അത് വരും. അത് ഒരു നാടൻ പ്രയോഗമുണ്ട്, ജാത്യാലുള്ള സ്വഭാവം തൂത്താ പോവില്ല എന്ന്. അത് നല്ല സൈഡിലാണെങ്കിലും മോശ സൈഡിലാണെങ്കിലും നമുക്കത് പറയാം. ഉള്ളിൽ ആ നന്മയുണ്ടെങ്കിൽ, ഉള്ളിൽ തേപ്പ് സ്വഭാവം ഇല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കൊക്കെ ജീവിതത്തിൽ പറ്റാം. മിസ്റ്റേക്ക് പറ്റാത്ത മനുഷ്യരുണ്ടോ? പക്ഷെ നിരന്തരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ അതവരുടെ സ്വഭാവമാണ്. അത് വ്യാഴത്തിന് ബലമുള്ളവർക്കുണ്ടാവില്ല. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റാം. ഇത് പോലീസുകാരനും പറ്റും ഒരബദ്ധം എന്ന് പറയില്ലേ, അത് പറ്റാം. ചിലപ്പം അറിഞ്ഞുകൊണ്ട് ഒരാളെ സ്നേഹിച്ച് തോറ്റുപോയേക്കാം, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ച് ആത്മാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പേരിനെ സ്നേഹിച്ചിട്ട് തോറ്റുപോയേക്കാം. പക്ഷേ ഇവരാരും ചതിക്കില്ല, അത് ഉറപ്പാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്ലാസി സ്റ്റൈലുള്ള ഒരു ജോയ്ഫുൾ ഇൻറ്റിമസി ആയിരിക്കും ഇവർക്കുള്ളത് എന്നുള്ളതാണ്. വ്യാഴം മോശമായുള്ളതിൻ്റെ നേരെ തിരിച്ചുള്ളതും കൂടെ ഞാൻ പറയാം, അതടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം സന്താനകാരകനായതുകൊണ്ട് തന്നെ സന്താനത്തിന് വേണ്ടിയുള്ള ബന്ധം വളരെ ഭക്തിയോടെ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിച്ച്, പലപ്പോഴും ലൈംഗികതയെ കേവലം സുഖത്തിനപ്പുറമായിട്ട്, ഇപ്പം കാമത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ് സന്താനങ്ങൾ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് കുട്ടികൾ തലതിരിഞ്ഞു പോകുന്നതെന്നൊക്കെ പലരും പറയാറുണ്ട്. ഇതങ്ങനെയല്ല. ജനിക്കാൻ തീരുമാനിക്കുന്ന കാലം മുതലേ കാക്കശ്ശേരി ഭട്ടാതിരിയുടെയൊക്കെ കഥ പറയുന്ന പോലെയാണ്. ഈശ്വര പ്രാർത്ഥനകളും വ്രതങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയി വംശവർദ്ധനവിനും ധാർമ്മികമായിട്ടുള്ള കടമയായും കുടുംബത്തോടും സമൂഹത്തോടും തങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങളോടും സമാജത്തോടുമുള്ള കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ബന്ധം, സെക്സിനെ അങ്ങനെ ഇവർ കാണുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഗർഭമാകുമ്പോൾ തന്നെ സഹസ്രനാമങ്ങളൊക്കെ ജപിച്ചും വിഷ്ണു പ്രീതിയൊക്കെ വരുത്തിയുമൊക്കെ വളരെ ഭക്തിപൂർവം 9 മാസവും നല്ല കാര്യങ്ങൾ കേട്ടും ഈശ്വര കാര്യങ്ങൾ കേട്ടും ഭാഗവതം കേട്ടും അല്ലെങ്കിൽ ദേവീ സ്തുതികൾ കേട്ടുമൊക്കെ നല്ല സന്താനങ്ങളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ പറ്റിയൊക്കെ ചില റിസർച്ചേഴ്സായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ, റിസർച്ചേഴ്സായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുകളും ഈ കുട്ടികളെ ചികിത്സിക്കുന്ന അങ്ങനെയുള്ള ഡോക്ടർമാരുണ്ടല്ലോ, പീഡിയാട്രീഷ്യൻസിന്, അതിൻ്റെ റിസർച്ചൊക്കെ ചെയ്യുന്ന, കുട്ടികളുടെ സൈക്കോളജിയൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഈ അഭിമന്യു എഫക്റ്റ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. ചില ആർട്ടിക്കിളിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർസ്റ്റിഷനാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയും. പക്ഷേ സൂപ്പർസ്റ്റിഷനാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നതിന് മുമ്പ് ചുമ്മാ അതെടുത്ത് ഇതൊക്കെ വെച്ചൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് ഒന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കുട്ടികളുടെ ക്വാളിറ്റി, ഈ രീതികൾ, അവരുടെ ഒരു സംഭാഷണ ശൈലി, കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര കുസൃതികൾ കൂടുതലായിരിക്കും. ദൈവാധീനമുള്ള കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാളിൽ ഭയങ്കര കുസൃതി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഭയങ്കര ജെന്യൂനായിരിക്കും. ജാതകത്തിൽ വ്യാഴം 9-ലോ 5-ലോ ലഗ്നത്തിലോ ഒക്കെ ആയിരിക്കും. നല്ല ബലമായിരിക്കും. ഷഡ്ബലത്തിൽ വ്യാഴത്തിന് നല്ല ബലം കാണും. മിക്ക ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെ അത്രയും നല്ലൊരു സോളായിരിക്കും സന്താനമായിട്ട് വരുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്താനങ്ങൾക്ക് വേണ്ടി, അങ്ങനെയൊക്കെയുള്ള സന്താനങ്ങളെ ആഗ്രഹിച്ചു കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഉള്ള ബന്ധങ്ങൾ അങ്ങനെയും കാണുന്നവരാണ് 7th ഹൗസ് അല്ലെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ ബലമുള്ളവർ. പിന്നെ വ്യാഴം വികസിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ ജാതകത്തിൽ വ്യാഴത്തിന് ബലക്കുറവോ പാപഗ്രഹ സ്വാധീനവും ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് രാഹുവിൻ്റെ ബന്ധം, അല്ലെങ്കിൽ ശനിയുടെ ബന്ധം, അല്ലെങ്കിൽ വ്യാഴത്തിന് ശനിയുടെ ബന്ധം സ്പിരിച്വാലിറ്റിയിൽ വളർത്തും. പക്ഷേ നമ്മളിവിടെ ചിന്തിക്കുന്ന വിഷയം 7th ഹൗസ് ആയതുകൊണ്ട് തന്നെ വ്യാഴത്തിന് ചൊവ്വ ബന്ധം, വ്യാഴത്തിന് കേതു ബന്ധം ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒന്നിലധികം ബന്ധങ്ങളോ ലൈംഗിക കാര്യങ്ങളിൽ അമിത താല്പര്യങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴം ബലവാനാണെങ്കിൽ, ഈ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ ഇവർക്ക് ആഗ്രഹങ്ങളെ ഉണ്ടാവും, അത് നടക്കത്തില്ല. വ്യാഴം നോക്കി നശിപ്പിച്ചു, അല്ല വ്യാഴം നിന്ന് നശിപ്പിച്ചു എന്നൊക്കെ പറയും ജ്യോതിഷത്തിൽ തമാശയ്ക്ക്. അപ്പം അതീവ വിശ്വസ്തരായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസ്യത ഈ ലോകത്ത് കാശ് കൊടുത്താൽ കിട്ടാത്തൊരു സാധനങ്ങളിലൊന്നാണത്. കൂടുള്ള ഒരാളെ വിശ്വസിക്കുക എന്ന് പറയുന്നത്, വിശ്വസ്തരായിട്ടുള്ള ഒരാളെ കൂടെ കിട്ടുക എന്ന് പറയുന്നത്
നന്മയുള്ള ഒരാളെ കൂടെ കിട്ടുക എന്ന് പറയുന്നത്, വിശ്വസ്തരായിട്ടുള്ളൊരു പാർട്ട്ണറെ, അതാണായാലും പെണ്ണായാലും കൂടെ കിട്ടുക എന്ന് പറയുന്നത്, സ്നേഹമുള്ളതുകൊണ്ട് പറയാം, മറ്റെന്ത് കുറവുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ കിട്ടിയാൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മാറ്റിവെക്കാം. കാരണം എന്താ അറിയാം, ബാക്കിയുള്ള കുറവുകളൊക്കെ മാറ്റിവെക്കാം. കാരണം വെരി എക്സ്പെൻസീവ്. അത് എന്താ പറയുക, കോഹിനൂർ രത്നം പോലും കൊടുത്താൽ കിട്ടാത്ത അത്ര ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഈ കലിയുഗത്തിൽ കൂടെ കിട്ടുക എന്ന് പറയുന്നത്, അങ്ങനെ കിട്ടിയാൽ അതൊരു ഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം 7th ഹൗസിൽ ജൂപ്പിറ്റർ നിന്നാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റിമസിയും അതുപോലെ തന്നെ കാമിക് കണക്ഷനെ കുറിച്ചുമാണ് പറഞ്ഞത്. ചുരുക്കത്തിൽ 7ാം ഭാവത്തിൽ വ്യാഴം സൂചിപ്പിക്കുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദാമ്പത്യത്തെയാണ്. പങ്കാളിയെ ബഹുമാനിക്കുകയും അവരുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളുകയും ചെയ്താൽ ഈ സ്ഥാനം ജാതകന് അല്ലെങ്കിൽ ജാതകയ്ക്ക് രാജതുല്യമായിട്ടുള്ളൊരു ജീവിതം നൽകും. എന്നാൽ അഹംഭാവം ഒഴിവാക്കുകയും വേണം. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ഏത് നക്ഷത്രത്തിനാണ് നിൽക്കുന്നത് എന്നറിയാമോ? അറിയാമെങ്കിൽ നക്ഷത്രത്തിൻ്റെ സ്വഭാവങ്ങളും കൂടി ആ വ്യാഴത്തിൽ കലരും. ഉദാഹരണത്തിന് പുണർതം, വിശാഖം, പൂരുരുട്ടാതി എന്നിവ വ്യാഴത്തിൻ്റെ സ്വന്തം നക്ഷത്രമാണ്. അവിടെ നിന്നാൽ ആ ഓരോ നക്ഷത്രത്തിൻ്റെയും സ്വഭാവങ്ങളൂടെ കലർന്നായിരിക്കും വ്യാഴം പ്രവർത്തിക്കുന്നത്. അപ്പം വ്യാഴത്തിനൊരു എക്സ്പാൻഷൻ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് ഒരു ഈഗോ, ഇതിന് എല്ലാം ഒരു അഹംഭാവം ഉണ്ടാകും. അത് മാറ്റിവെച്ചാൽ ജീവിതം വിജയിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വ്യാഴത്തിൻ്റെ ചില നെഗറ്റീവ് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് വ്യാഴത്തിൽ നിന്ന് ശുക്രനിലേക്ക് പോകാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിന് ഇന്നത്തെ അധ്യായം ഇവിടെ തൽക്കാലം നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.